ഈ 3 അപരന്മാർക്ക് ശേഷം വോട്ടിംഗ് മെഷീനിൽ 6ാമതായിട്ടാണ് PV അൻവറിന്റെ പേരുള്ളത്. ഇതിനെതിരെ ഇത് മനഃപൂർവ്വമാണ് എന്നാരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് PV അൻവർ ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ ജിമ്മിലാണുള്ളത്. ഹൈക്കോടതിയിലേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിലാണ്. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ 6ാമത്തെ ഇലക്ഷനാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എപ്പോഴും നമുക്ക് ഒരു മുൻ MLA നിലയ്ക്ക് അതിന് പ്രിഫറൻസ് നൽകേണ്ടതാണ്, മുമ്പ് കിട്ടിയിട്ടുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ലെറ്ററും നമ്മൾ കൊടുത്തതാണ്. മാത്രമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും അതുപോലെ തന്നെ KPCC പ്രസിഡന്റിൻ്റെയും കത്തും ഈ പറയുന്ന ആരോപണം കൊടുത്തിട്ടുണ്ട്. അവർ പിന്തുണയ്ക്കുന്ന UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് പ്രിഫറൻസ് നൽകണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിനെതിരെ കോടതിയിൽ പോവുക, ഇതിനൊരു തീരുമാനം വേണമല്ലോ. ഇപ്പോഴുള്ള പിണറായിയുടെ അപ്പർ ഹാൻഡ്, ഈ പറയുന്ന ഫാസിസം, അത് തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം അതേ രീതിയിൽ ആ ഫാസിസം ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. ഈ 3 പേരുകളും കഴിഞ്ഞ് അൻവറിലേക്ക് എത്തുമ്പോഴേക്കും അത് പ്രതിസന്ധിയാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരു പ്രതിസന്ധിയില്ല. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ 4 അപരന്മാരെ നിർത്തുന്ന ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം പേടിച്ചു, എന്താ പറയുക, തോറ്റു എന്ന് തോൽവി സമ്മതിക്കുകയാണ്. ഇവിടെ റീൽസ് ഉണ്ടാക്കിയിട്ട് ആളുകളെ രാത്രി ലൈറ്റിട്ട് ഭംഗി വരുത്തി ജനങ്ങളെ ഡെവലപ്മെന്റ് പറഞ്ഞ് പറ്റിക്കുന്ന മന്ത്രിയാണ് കുറേ കാലമായിട്ട്. ജനങ്ങൾ തന്നെ ഇത് ആവർത്തിച്ച് പറയാണ്. അപ്പോൾ ഇനി ജനാധിപത്യത്തെ കൂടി എങ്ങനെയാണ് വഞ്ചിക്കാൻ സാധിക്കുക? അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന കണ്ടു, പേമാരി കണ്ട അൻവറിന് ഈ ചാറ്റൽ മഴയാണ് ഇത് എന്നൊക്കെ. അത്രേ ഉള്ളൂ. ഇവിടുത്തെ ജനങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട്. റീൽസ് ഇട്ട് രാത്രി ലൈറ്റിട്ട് കളർ ലൈറ്റിട്ട് ആളുകളെ പറ്റിച്ചതുപോലെ PV അൻവറിന് ജനങ്ങൾ നൽകുന്ന വോട്ടാണ്. ആ വോട്ടിനെ 4 അപരന്മാരെ നിർത്തിക്കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യിക്കുക, തട്ടിയെടുക്കുക, വഞ്ചന നടത്തുക. ആ വഞ്ചന നടത്തിയിട്ട് ജയിക്കാൻ പറ്റുമെന്നാണ്. അല്ലാതെ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയില്ല. നേർക്കുനേരെയുള്ള സത്യസന്ധമായ രാഷ്ട്രീയ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് പരിപൂർണമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ കാണിക്കുന്ന എല്ലാ തരത്തിലുള്ള ഏറ്റവും തറവേല എന്ന് പറയുന്നത്. ആ തറവേല അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി ജിമ്മിൽ സജീവമായി പ്രചാരണം തുടക്കം ജിമ്മിൽ തന്നെയാണ്. ബേപ്പൂരിൽ എത്ര അപരന്മാർ നിന്നാലും താൻ തന്നെ ജയിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അൻവർ ഉള്ളത്. നേരത്തെ ഒരു ഗ്യാസ് കുറ്റിയാണ് വിഷയം, അക്കാര്യത്തിലൊരു വിഷമം ഉണ്ടായിരുന്നല്ലേ? അപേക്ഷിച്ചത് കിട്ടി? അല്ലല്ല, സിലിണ്ടർ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ കൊടുത്തിരുന്നത്. കാരണം ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലും ജനങ്ങൾ കേന്ദ്ര സംസ്ഥാന നിലപാടുകളുടെ ഭാഗമായിട്ട് വീട്ടമ്മമാരും സഹോദരിമാരുമാണ് ഗ്യാസ് ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. വില ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്.